ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഏവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അല്ല, സാധാരണ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്ന? ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്തിനാ നമ്മൾ ചെയ്യുന്ന കൂളർ. അതെ, നമ്മൾ ഇന്നൊരു ഹോം മെയ്ഡ് കൂളർ ഉണ്ടാക്കുകയാണ്. ഇപ്പോഴത്തെ ചൂടൊക്കെ എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് നമ്മളൊരു ഹോം മെയ്ഡ് കൂളർ അതെ, ഹോം മെയ്ഡ് നമ്മൾ ഒരു കൂളർ ഉണ്ടാക്കുവാണ്. ഇത് ചിലപ്പോൾ എ സിയേക്കാൾ തണുപ്പ് അതൊന്നും അങ്ങനെ വിചാരിച്ചല്ല നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അല്ലേ. നമ്മൾ ചെയ്ത് നോക്കും, നമ്മൾ ഇത് ജസ്റ്റ് ട്രൈ ആണ് അല്ലേ. ഇത് നമ്മൾ യൂട്യൂബിൽ കണ്ട് നമ്മൾ ചെയ്തിട്ട് അത് യൂട്യൂബ് ഇടും. അറിയണ്ടേ ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന കറക്റ്റ് വർക്കിംഗ് ആണോ ഇല്ലേ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുവാണ്. ഇന്ന് കൊല്ലത്തെ ചൂടെന്ന് പറയുമ്പോൾ 36-35 കണ്ട. അപ്പം ഭയങ്കര രീതിയിലുള്ള ചൂടാണ്. അപ്പം എ സി ഒന്നും മേടിക്കാനായിട്ട് എല്ലാവരുടെ കയ്യിലും നിവർത്തി കാണത്തില്ല. അപ്പം കുറഞ്ഞ ചെലവിൽ കൂളർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ ഒരു ചൂടിനെ സർവൈവ് ചെയ്യാൻ പറ്റും. അതെ, 2000 രൂപ വേണ്ട, മൊത്തം കൂടെ ഞാൻ സാധനം മേടിച്ചത് ഒരു 800-1000 രൂപയ്ക്കകത്തേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കൂളർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാണ്. അതിന് വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഓക്കെ, അത് എന്തൊക്കെയാണെന്ന് അച്ഛൻ പുറത്ത് പറഞ്ഞുതരും. ഈ സത്യത്തിൽ ഇത് ഒത്തിരി പണിയൊന്നും ഇല്ല കേട്ടോ, ഒരു കുറച്ചേ ഉള്ളു, ഒരു മണിക്കൂർ കൊണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ പെയിന്റ് അടിക്കുക, എന്തുവേണം ചെയ്യാം. പിന്നെ ചിലവെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു ബോക്സ് വേണം, തെർമോകോളിന്റെ ഒരു പെട്ടി വേണം, ഇത്രേ ഉള്ളൂ. ലീക്ക് ഒന്നും ഇല്ലാത്ത പെട്ടി. ഒരു പെട്ടി ലീക്ക് ഉണ്ടെങ്കിലും നമുക്ക് അടയ്ക്കാവുന്ന സൊല്യൂഷനൊക്കെ വേറെ മാർഗങ്ങളൊക്കെ ഉണ്ട്. ചിരിയൊക്കെ ലീക്ക് ഉണ്ടെങ്കിലും സ്വീകരിക്കുക. പിന്നെ ഇതിലൊക്കെ ഒരു PVC പൈപ്പ് വേണം, ഇതുപോലെ വളഞ്ഞത് വേണം കേട്ടോ. ബെൻഡ് പൈപ്പ് വളഞ്ഞിരിക്കുന്ന അത് ഇതൊക്കെ ഉപയോഗിക്കുന്ന ബാത്റൂമിന് അതിനൊക്കെ ഇത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. കണ്ടോണ്ടല്ലേ നമ്മൾ കക്കൂസ് വെക്കാൻ വേണ്ടിട്ട് ബാലൻസ് വന്ന് നമ്മളിത് എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ കക്കൂസിലൊക്കെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാണും, മറ്റേ ഒരു നാഗരാജാവ് കയറി വരും. അതെ, പിന്നെ 2 ബോട്ടിൽ പെയിന്റ് മേടിച്ചിട്ടുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേണ്ട. കളർഫുൾ നമുക്ക് ഡിസൈൻ വേണം, റൂമിലൊക്കെ ഉണ്ടല്ലേ. അതുകൊണ്ടൊരു ചുമന്ന പെയിന്റും കറുത്ത പെയിന്റും സ്പ്രേ പെയിന്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 ഇഞ്ചിന്റെ പിന്നെ 6 ഇഞ്ചിന്റെ എക്സോസ്റ്റ് ഫാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് കാറ്റ് വരാൻ അത്യാവശ്യ സാധനങ്ങൾ. ഇത് കട്ട് ചെയ്യാനുള്ള സാധനം, ഇത് ടേപ്പ് MCയില്, പിന്നെ ഈ തെർമോകോളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം. ഇത്രയും മതി, ഇത്രയും സാധനമേ ഉള്ളൂ. പിന്നെ ഐസ് വേണം. ഐസ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ശാസ്ത്രജ്ഞന്മാരാണ്. അതെ, ഇന്നത്തെ ഒരു ദിവസത്തേക്ക്. അതെ. അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത്? എന്തിനാ തിന്നാനാ? കാറ്റുള്ള അമ്മയ്ക്ക്. ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് നമുക്ക് ഈ ഒരു പൈപ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾ ഇടണം, മാർക്ക് ചെയ്യണം അതിന്. ഇനി ഈ മാർക്ക് ചെയ്ത് 2 പോയിന്റും ഹോൾ ഇട്ടെടുക്കാം. ഞാൻ കൂളർ വെക്കുന്നുണ്ടാന്ന് തോന്നുന്നു മഴ പെയ്യുന്നു. വേണ്ടേ, ഭയങ്കര ചൂടാന്ന് പറഞ്ഞപ്പം ചിരിപ്പിക്കാനായിട്ട് മഴ പെയ്യുന്നു. ഈ ചുമ്മാ കേട്ടോ, ഭയങ്കര ചൂടാ. പക്ഷേ ഈ മഴയ്ക്ക് തന്നെ ചൂട്. അച്ഛാ തുളയിട്ടാ തുളയിട്ടോണ്ടിരിക്കുക. മഴ പെയ്ത് ഇനിയിപ്പോൾ ആവശ്യമില്ല, മടക്കി പോയി. അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ. ചൂടില്ല, അതുകൊണ്ട് അപ്പിക്കൂട്ടാ തല എന്തോ ഇത് കെട്ടിക്കൊച്ചൊക്കെ പണാടോ. ഓക്കെ, അപ്പോൾ നമ്മൾ തെർമോക്കോളിൽ 2 ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഒന്ന് പൈപ്പ് വെക്കാനും പിന്നെ ഫാൻ വെക്കാനും വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ പെയിന്റ് എല്ലാം അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പെയിന്റ് അടിച്ചപ്പോഴത്തേന് ഇതിനകത്ത് ഇങ്ങനെ പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതുണ്ടോ, പെയിന്റ് അടിച്ചപ്പോൾ ഇങ്ങനെ ചൊള്ളി വന്ന്. ഇനി അടിച്ചാൽ ചിലപ്പോൾ തുളയായി പോകും. അതെ, ഇനി നമുക്ക് ഫസ്റ്റ് പൈപ്പ് സെറ്റ് ചെയ്യാം, കറക്റ്റ് ഫിറ്റ്. ഇനി ഇതിൻ്റെ ചുറ്റും നമുക്ക് MCയിൽ വെച്ച് ഒട്ടിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി കാറ്റിനി പുറത്ത് പോയാലോ. ഇനി നമുക്ക് ഫാനും കൂടെ വെക്കാം കേട്ടോ ഈ ഹോളിൽ. കാണാൻ ലുക്കുണ്ടല്ലേ, റോസ്, കറുപ്പ്, വൈറ്റ്, എല്ലാ കളറും ഉണ്ട്.
കൊള്ളാം കേട്ടാ, കാണാൻ ഒരു വേറെ എന്തോ ഒരു മിഷ്യൻ കണക്ക് ഇരിക്കുന്നത്. അമ്മയൊക്കെ വീർത്ത് കുളിക്കുന്ന കണ്ട ആവിയാണ്. ഇതിലൊക്കെ പറയുന്നിട്ട് എന്തൊരു പകലൊക്കെ ചിരട്ടയ്ക്കകത്ത് ഐസ് കൊണ്ട് പിന്നെ റൂം തണുക്കുന്നൊക്കെ അങ്ങനൊക്കെ ചെയ്തവരുണ്ട്. അങ്ങനെ ചെയ്തവരുണ്ടല്ലേ. ഹേ ഗൈസ്, ഇപ്പം നമ്മുടെ എയർ കൂളറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഐസ് ഇട്ടാൽ മാത്രം മതി കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പൈപ്പെല്ലാം സെറ്റ് ചെയ്ത് അവിടെ MC-യിലൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ ഫാനും വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ വലിയ ബോക്സ് ആണെങ്കിൽ നമുക്ക് 2 പൈപ്പും കൂടെ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ കാറ്റ് വരും. പിന്നെ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു ഫാനിൻ്റെ സൈസും കൂടെ കൂട്ടണം. കുറച്ചുകൂടെ വലിയ 8 ഇഞ്ചിൻ്റെ വലിയൊരു ഫാനോട് വെച്ചാൽ കുറച്ചുകൂടെ നല്ല കാറ്റ് കിട്ടും. ഇതിൽ ഇച്ചിരി വലുതാണെന്നുണ്ടെങ്കിൽ 2 വെച്ചാൽ മതി. ആവറേജ് 2 വെച്ചാൽ മതി. 2 പൈപ്പും വെക്കണം. കുറച്ചുകൂടെ കാറ്റ് വരും. എന്നിട്ട് ഐസ് കഴിഞ്ഞിട്ട് നല്ല ഇത് കിട്ടും. എന്നെ നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഐസ് ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്യാം ഇത് വർക്കിംഗ് ആണോ അല്ലയെന്ന്. ഫ്രിഡ്ജിൽ ഐസ് വെച്ചായിരുന്നു, പക്ഷേ അത് ഇപ്പോഴൊന്നും ആവത്തില്ല. അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച കേട്ടോ ഐസ്. വേണ്ട, അത് അതിനകത്തും ഫുള്ളുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രത്തോളം ഐസ് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇത്ര ഐസ് ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ പിന്നെ കുറച്ച് കൂടുതൽ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് രാമച്ചവും കൂടെ ഇടുന്നുണ്ട് ഒരു ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആ ഫാൻ ഇരിക്കുന്ന ഭാഗത്തോട്ട് എടുത്ത് വെച്ച് അടയ്ക്കാം. വേറെ എന്തോ വാർ മെഷീൻ കണക്കൊക്കെ ഇരിക്കുന്നു. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം കേട്ടോ. ഓണായി. അടിപൊളിയാട്ടാ. തണുപ്പുണ്ടോ? നീ ഇവിടെ നോക്കിയേ, നല്ല തണുപ്പ് കേട്ടോ, സീരിയസ് ആയിട്ട്. കൊള്ളാം കേട്ടാ, നല്ല തണുപ്പ് വരും. നിങ്ങൾക്ക് തണുപ്പ് വരുത്ത കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞില്ല, ചെറുതായിട്ട് അറിയാൻ കണ്ട. ഇത് വരുന്നുണ്ട്, ആവി വരുന്നുണ്ട്. ആ രാമച്ചതിന്റെ സ്മെല്ലുണ്ട്. ആ സത്യം, ആ രാമച്ചതിന്റെ നല്ല സ്മെല്ല് കേട്ടോ, നല്ല മണം. എനിക്ക് അടുക്കള എവിടെ വേണേലും കൊണ്ടുവരും. വേറെ കാര്യമുണ്ട്, എനിക്ക് ഫ്രിഡ്ജ് എന്തായാലും എപ്പോഴും ഓണാണ്. ആ കുപ്പിക്കകത്ത് ഐസ് എടുത്ത് വെച്ചിരുന്നാൽ മതി. എപ്പോഴാണോ തീരുമ്പോ എടുത്തോണ്ടിരിക്കുക, ഫുള്ള് എയറിങ് വരും. ഇത് കാര്യം വലിയ പൈപ്പായിട്ട് എങ്ങും ബ്ലോക്ക് ഒന്നുമില്ല, വലിയ പൈപ്പായിട്ട് പക്ക നീറ്റായിട്ട് വരും. ഓ നല്ല കാറ്റ് കേട്ടോ, അടിപൊളി, സീരിയസ് ആയിട്ട് നല്ല കാറ്റ്. നല്ല തണുപ്പുണ്ട്. ഞാൻ വിയർത്ത് കുളിച്ചിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഏറെ വരെ നല്ല കണക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇനി കാറ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നല്ല കാറ്റ് വരുന്നുണ്ട്. ഓക്കെ, കറണ്ട് പോയി കേട്ടോ. എന്തരൊക്കെ കൂളർ ഉണ്ടാക്കിയാലും കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. കറണ്ട് വേണം കേട്ടോ, ഇതല്ലേ പോളാ ചൂടെടുക്കുന്നു. ഏകദേശം ഇപ്പം അതാണ് ഞങ്ങൾ മറ്റേ തെർമോമീറ്റർ മേടിച്ചായിരുന്നു കേട്ടോ. പക്ഷെ ഇത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അളക്കുന്നതാണ്. ലൈറ്റ് എന്താ ഡൗൺ ആവാത്ത. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ അത് കറക്റ്റ് അത് കാണിക്കുന്നില്ല. സത്യമായിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞാണ്, നല്ല തണുപ്പുണ്ട് കണ്ടോ. അപ്പോഴത്തേ നല്ല കാറ്റ് വരുന്നുണ്ട്. 100% വർക്കിംഗ് അല്ലേ? പിന്നെ അതെ. എങ്ങനെയുണ്ടമ്മ? കൊള്ളാം കൊള്ളാം. ആളല്ല, നിങ്ങൾ ഇന്ന് ഇത് വെച്ചിട്ട് കിടക്ക്. ഇത് എത്ര നേരം വരെ ഐസ് നിൽക്കുന്നതും കൂടെ അറിയാലോ. ഇതിലേക്ക് സൗണ്ട് വരുന്നുണ്ട്, ഈ ഐസ് അരിയുന്നതിൻ്റെ. ഐസ് വെള്ളമായി കേട്ടോ, ഏകദേശം വേണ്ട ഇത്രയും വെള്ളമായി. നമ്മൾ 1 മണിക്കൂർ വെച്ചിരുന്നു അല്ലേ, 1 hour-ആയി. ആ വെള്ളത്തിന് ആ ഒരു തണുപ്പുണ്ട്. സച്ചൻ സാധനം എടുത്ത് റൂമിൽ വെച്ച കേട്ടോ. റൂമിനിപ്പം AC വേണ്ട, നീ ഇത് മതി അല്ലേ? നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇത് റൂം തണുപ്പിക്കാൻ പറ്റൂലേ. എന്തോരം തണുപ്പ് നമുക്ക് ഓൾറെഡി ഫ്രിഡ്ജ് AC വെക്കുന്നത്, AC ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് AC ഇടാതെ എത്ര നേരം കൊണ്ട് റൂം തണുക്കുന്നു റൂം നമുക്ക് അടയ്ക്കാൻ പറ്റും. ഈ സാധനം ഇന്ന് പൊട്ടിത്തെറിക്കുന്നത്. ഇത് വേറെന്തോ ഇല്ല, മിഷ്യൻ കണക്ക് ഇരിക്കുന്ന കേട്ടാ. ഇല്ല മിസൈലൊക്കെ വരുന്ന കുഴലൊക്കെ വയ്ക്കാണ്. വാ കാറ്റുണ്ട്. ഇപ്പൊ തണുക്കും ഈ റൂം, ഇപ്പൊ തണുപ്പിക്കുന്നത്. അത്രക്കുള്ള അങ്ങനെയൊന്നും അതിനെ കൊണ്ട് അങ്ങനെ അപമാനിക്കില്ലേ, അത്രക്കുള്ളതൊന്നുമില്ല. അതിനുള്ള ശേഷിയൊന്നും അതിനില്ല. ഇല്ല ഇല്ല ചാ,
അതിനുള്ള കഴിവില്ല. എന്തായാലും അവിടെ ഇരിക്കട്ടെ. നോക്കാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ കലാപരിപാടിയൊക്കെ അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ എയർ കൂളർ എടുത്ത് അമ്മയുടെ അച്ഛൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇന്ന് ഇത് ഓണാക്കിട്ടല്ലേ കിടക്കുന്ന അവരുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ പിന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, സംഭവം എന്തായാലും നല്ല തണുപ്പുണ്ട്. സംഭവം വർക്കിംഗ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് കുറഞ്ഞ ചിലവിൽ മാക്സിമം ഒരു 1000 രൂപ ബഡ്ജറ്റ്, 1000 രൂപ ആവില്ല, ഒരു 900 രൂപ അത്രയൊക്കെ ആവത്തുള്ളൂ. ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഒരു എയർ കൂളർ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും ഫ്രിഡ്ജ് എപ്പോഴും ഓൺ ആയിരിക്കും. അപ്പോഴത്തേന് കുറച്ച് കുപ്പിയിൽ വെള്ളം പിടിച്ച് വെച്ചിരുന്ന ഐസാവും. രാത്രി ആകുമ്പോഴത്തേന് ഇതിനകത്ത് എടുത്തിടുക, ഇത് ഓൺ ആക്കുക. പറ്റുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ നല്ലൊരു സംഭവമാണ്. ഏകദേശം അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇപ്പോൾ പുതിയൊരു വീഡിയോ ആണ്.